ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഹിജാബ് ട്യൂട്ടോറിയലുമായിട്ടാണ്. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് അജ്മിയും ഹിബൂസുമാണ്. അപ്പം നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ചെയ്യുന്നത് ബീഡ്സ് ഇല്ലാതെ തന്നെ ഹെയർ പഫോട് കൂടി എങ്ങനെ ഹിജാബ് വെയർ ചെയ്യാമെന്നാണ്. ഇന്ന് അജ്മി തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഹിജാബ് വൺ സൈഡ് ഷോർട്ടും വൺ സൈഡ് ലെങ്തിയുമായിട്ട് ഇടണം. അതിനുശേഷം ഇതുപോലെ ബാക്കിലൂടെ ഇട്ട് ഫ്രണ്ടിലേക്ക് ചുറ്റിയെടുക്കണം. ശേഷം ലെങ്തി ആയ സൈഡ് ഇതുപോലെ ചുറ്റണം. അതും ഇതുപോലെ ബാക്കിലൂടെ വന്നിട്ട് ഹിജാബിനിടയിലേക്ക് തന്നെ ടൈ ചെയ്ത് വെക്കാം. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. പിൻസോ ബീഡ്സോ ഒന്നും യൂസ് ചെയ്യാതെ തന്നെ നമുക്കിത് ചെയ്തെടുക്കാം. വേണമെങ്കിൽ ഇങ്ങനെ കൂടി ഈ ഷേപ്പിന് ഫ്രണ്ടിലേക്ക് ഇട്ട് കൊടുക്കാം. പഫ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ഹെയർ പഫോട് കൂടി തന്നെ ചെയ്യാൻ പറ്റിയ ഒരു മോഡലാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഇത് നമ്മൾ നോർമലി പിൻ ചെയ്തിട്ടുണ്ട്. അതും ഒരു സൈഡ് ലെങ്തിയും ഒരു സൈഡ് ഷോർട്ടുമായിട്ട് തന്നെയാണ് എടുത്തിട്ട് പിൻ ചെയ്യേണ്ടത്. ലെങ്തി സൈഡ് ചുറ്റിയെടുത്ത് അതിൽ ലേയേഴ്സ് കൊടുക്കാം. അത് ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ ലേയേഴ്സ് പോകാൻ ചാൻസ് ഉണ്ട്. ശേഷം ഇതുപോലെ ബാക്കിലേക്ക് ചുറ്റിയെടുക്കണം. ഈ ഒരു ടൈപ്പ് നമുക്ക് കുർത്തയ്ക്കൊപ്പമോ വൺ സൈഡ് ഷോൾ ഇടുമ്പോഴോ ഒക്കെ യൂസ് ചെയ്യാം. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്റ്റൈലാണിത്. ഇനി നമ്മുടെ ഹിബൂസിനെയാണ് അജ്മി ഹിജാബ് ചെയ്യിക്കാൻ പോകുന്നത്. ഇതും വൺ സൈഡ് ലോങ്ങും മറ്റേ സൈഡ് കുറച്ച് ഷോർട്ടും ആയിട്ടാണ് ചെയ്യുന്നത്. അതും നോർമലി തന്നെ ഹിജാബ് പിൻ ചെയ്തിട്ടുണ്ട്. മുകളിൽ സ്റ്റേബിളായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു പിൻ കൊടുക്കുന്നുണ്ട്. ഇനി ലെങ്തി പാർട്ട് ഒന്ന് ചുറ്റിയെടുക്കണം. ശേഷം മറ്റേ വശവും അതേ ഡയറക്ഷനിൽ തന്നെ ചുറ്റിയെടുത്ത് ബാക്കിൽ ടൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു പീസ് ബീഡ്സ് ഉള്ള ഹിജാബ് ആയതുകൊണ്ട് ബീഡ്സ് പുറത്ത് വരുന്ന വശം തന്നെ നോക്കിയിട്ടെടുത്ത് ലെയർ വേണമെങ്കിൽ കൊടുക്കാം. ലെയർ കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും. ലെയർ ഇല്ലാതെ ചെയ്താലും കുഴപ്പമില്ല. ഇപ്പോൾ കൊച്ചുകുട്ടി ആയതുകൊണ്ട് ബാക്കിലേക്ക് ഒരുപാട് ലെങ്ത് വേണ്ടല്ലോ. സോ നമ്മൾ ലെയർ കൊടുത്തേ ഉള്ളൂ. ഈ സൈഡ് ഒന്ന് ഫോൾഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് വെച്ചിരിക്കണം. ഇപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കംഫർട്ടബിൾ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. സാരിക്കൊപ്പമൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ഒരു മോഡലാണിത്. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു മോഡലാണ്. അതിനും സൈഡ് ഷോർട്ടും അതർ സൈഡ് ലെങ്തിയും ആയിട്ട് എടുക്കണം. ഒരുപാട് ഷോർട്ട് ആക്കണ്ട, വളരെ കുറച്ച് വ്യത്യാസം മാത്രം മതി. ആദ്യം രണ്ട് സൈഡും ഇതുപോലെ ഷോൾഡറിലേക്കിട്ട് ചുറ്റിയെടുക്കാം. ശേഷം ഒരു സൈഡ് എടുത്ത് കംപ്ലീറ്റ് പിടിച്ചുകൊണ്ട് ചെറിയൊരു ലെയർ ആക്കിക്കൊണ്ട് പിൻ ചെയ്ത് കൊടുക്കാം. ജോയിൻ്റായിട്ട് പിൻ ചെയ്യുന്നതുകൊണ്ട് ഒന്ന് രണ്ട് പിന്ന് വേണ്ടി വരും. ഇനി മറ്റേ സൈഡ് എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇട്ടിരുന്നാൽ മതിയാവും. പിൻ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ തീരെ കംഫർട്ടബിൾ അല്ലാത്തവർക്ക് പിൻ ചെയ്ത് വെക്കാം. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഒരു പിന്ന് മാത്രം യൂസ് ചെയ്തിട്ടുള്ള മോഡലാണ്. ഈ ഒരു സ്റ്റൈലിന് നമുക്ക് വൺ സൈഡ് നല്ല ഷോർട്ടായിട്ട് എടുക്കണം, അതർ സൈഡ് നല്ല ലെങ്തിയുമായിരിക്കണം. ഈ ഷോർട്ടായിട്ടുള്ള സൈഡാണ് നമ്മൾ ആദ്യം എടുത്ത് ടൈ ചെയ്ത് വെക്കേണ്ടത്.
മറ്റേ സൈഡ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിയെടുത്താൽ മതി. അവിടെ മാത്രം ഒന്ന് പിൻ ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇത് ഷോൾഡറിൽ കൂടെ ഇങ്ങനെ ഇടാം. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്റ്റൈലാണിത്. ഡെയിലി യൂസിനൊക്കെ പറ്റിയ സ്റ്റൈലാണ്. ഏത് ടൈപ്പ് ഡ്രസ്സിനൊപ്പവും നമുക്ക് ഇങ്ങനെ വിയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.